മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്നലത്തെ അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത് നമ്മൾ കണ്ടു. ഈ രാജിയുമായി ബന്ധപ്പെട്ട് ഭിന്നത എന്നുള്ളതാണ് അമ്മയിൽ. കാരണം ഇന്നലെ അത് വ്യക്തമായിരുന്നു. കാരണം ഈ രാജിയെ തുടർന്ന് പല താരങ്ങളും അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്തിനിങ്ങനെ ഒരു കൂട്ടരാജി എന്ന കാര്യത്തിലാണ്. അമ്മയെ അനാഥമാക്കി, തങ്ങളെയൊക്കെ ഒരു നേതൃനിരയില്ലാതെ തങ്ങളെ വല്ലാത്ത തരത്തിൽ അനാഥരാക്കി മുതിർന്ന താരങ്ങളടക്കം തീരുമാനമെടുത്തതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം, വിനു മോഹനും അനന്യയും ടൊവിനോയും സരയുവും ഇതിൽ എതിർപ്പ് അറിയിച്ചു എന്നാണ്. തങ്ങളെ ആലോചിച്ചില്ല, തങ്ങളായിട്ട് രാജിവെച്ചിട്ടില്ല, തങ്ങളോട് ഈ രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒന്നിച്ചല്ല എന്നാണിപ്പോൾ ഇവരുടെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയിലെ കൂട്ടരാജിയിൽ ഇപ്പോൾ ഭിന്നത വന്നിരിക്കുന്നു. 4 പേർ ഇതുമായി ബന്ധപ്പെട്ട് വിമുഖത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഈ ആരോപണ വിധേയരായവർ മാത്രം മാറി നിന്നാൽ മതി എന്നൊരു അഭിപ്രായം ഇന്നലെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഈ ഒരു കൂട്ടരാജിയുടെ വാർത്ത വരുന്നത്. അതെ, ആരോപണ വിധേയരായ സിദ്ദിഖും ഈ പറഞ്ഞ പോലെ ബാബുരാജുണ്ട്, സിദ്ദിഖുണ്ട്, മുകേഷ് സംഘടനാ ചുമതല ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലെ? നവമി വിവരങ്ങൾ പങ്കുവെക്കുക. നവമി, ഈ പല താരങ്ങളും മമ്മൂട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൂട്ടരാജിയിലേക്ക് അല്ലെ പോയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എല്ലാവരോടും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണോ പരാതി? രഞ്ജിത്ത്, അതിനർത്ഥം യുവതാരങ്ങൾക്ക് ഈ ഒരു നിലപാടിനോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ മുതിർന്ന താരങ്ങളായ, അതായത് മോഹൻലാലിന്റെ അടക്കം ചില താരങ്ങളുടെ മാത്രം നിർബന്ധത്തിൽ വഴങ്ങിയാണ് ഈ യുവതാരങ്ങളും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇവർ പറയുന്നത് ചില ആളുകൾ മാത്രം ചെയ്ത തെറ്റിന് അമ്മ സംഘടന ഒന്നടങ്കം പഴികേൽക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു രാജി അല്ലെങ്കിൽ ഇവരുടെ ആരോപണ വിധേയരായവർക്കെതിരെയുള്ള നടപടി, അവർക്കെതിരെയുള്ള നിലപാട് ശക്തമായി തീരുമാനിച്ചാൽ പോരെ ഒരു കമ്മിറ്റി അടങ്കം രാജിവെക്കേണ്ട, ഒരു കമ്മിറ്റി പിരിച്ചുവിട്ട് കൂട്ടരാജിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടോ എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ, അതായത് യുവതാരങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഘടനയിൽ തന്നെ ആളുകൾ ഈ മുതിർന്ന താരങ്ങൾ അവർക്ക് മാത്രമാണ് ഈ ഒരു കൂട്ടരാജി, അല്ലെങ്കിൽ അവർ മാത്രമാണ് ഈ ഒരു കൂട്ടരാജിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ തീരുമാനത്തിന് മുൻപന്തിയിൽ നിന്നത് യുവതാരങ്ങൾക്ക് ഇതിൽ കടുത്ത വിയോജിപ്പ് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നവമി. കാരണം ഈ ആരോപണ വിധേയരായവരുണ്ട്, നേതൃതലത്തിലുള്ളവർ തന്നെയുണ്ട്. അവരുടെ മൊത്തം ബാധ്യത തങ്ങളുടെ തലയിലേക്ക് കൂടി കെട്ടിവെക്കപ്പെടുകയാണ്. അതായത് അമ്മ എന്ന 500 അംഗങ്ങളുള്ള ഒരു ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന, അവരുടെ മുഴുവൻ അംഗങ്ങൾക്കും ഈ 1, 2, 3, 4 പേർ ചെയ്ത തെറ്റിന്റെ ബാധ്യത വഹിക്കണമെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ എതിർപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം നമ്മൾ തുടക്കം മുതൽ ഈ ഒരു കൂട്ടരാജ്യ വാർത്ത കേട്ടതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു തീരുമാനം അമ്മ സംഘടന എടുത്തത് ശരിയാണോ? ഇത് ഈ പറയുന്നത് പോലെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായി തോന്നുന്നില്ലേ? കാരണം ഈ ആരോപണ വിധേയർക്കെതിരെ എന്ത് നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈ കുറ്റവിമുക്തരായി വരുന്നത് വരെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം, അവരെ ഏത് രീതിയിലാണ് അമ്മ സംഘടന പിന്തുണയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും തള്ളുന്നതാണോ, അത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനങ്ങളോ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് പൊതുസമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം ഒരു സംശയം ഉന്നയിച്ചു. അതുപോലെ തന്നെയാണ് അതിലുണ്ടായിരുന്ന 4 യുവതാരങ്ങളും പറയുന്നത്. അവർ പറയുന്നത് ചില ആളുകൾ ചെയ്ത തെറ്റിന് അമ്മ സംഘടന ഒന്നടങ്കം അതിൽ പഴികേൽക്കേണ്ട ആവശ്യമില്ല. അവർക്കെതിരെയുള്ള നിലപാട് അത് ഏത് രീതിയിലാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറി അടക്കം തിരഞ്ഞെടുത്താൽ പോരായിരുന്നോ, അതോ ഈ കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള നിലപാട് ഇവർ തുടക്കത്തിലെടുത്തു. പിന്നീട് ചില മുതിർന്ന താരങ്ങൾ അനുനയിപ്പിച്ചതിന് പിന്നാലെയാണ്, അതിന് വഴങ്ങിക്കൊണ്ടാണ് ഇവർ 4 പേരും പിന്നീട് രാജിവെക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് യുവതാരങ്ങൾക്ക് ഈ മുതിർന്ന താരങ്ങളുടെ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. മോഹൻലാലിന്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ
നിർദ്ദേശത്തെ തുടർന്ന് മാത്രമാണ് അവരും ഇതിലേക്ക് വഴങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കൂടുതൽ സ്ത്രീ അംഗങ്ങൾ വരണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ നോമി, അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? എന്തായാലും ഈ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വേണം എന്നാണ് പറയുന്നത്. 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരണം എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ ജഗദീഷിനെ പോലെ ഏതെങ്കിലും യുവതാരങ്ങളോ അല്ലെങ്കിൽ നിലപാട് കൃത്യമായി പറയുന്ന ഒരു താരമോ അങ്ങനെ ആരെങ്കിലും വന്നാൽ മതി എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ സിനിമ സെറ്റുകളിലെ സ്ത്രീകളുടെ സുരക്ഷ അടക്കം അല്ലെങ്കിൽ അങ്ങനെ അവഗണന നേരിടുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പരാതിയുമായി രംഗത്തെത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഈ അമ്മ സംഘടനയിലെ തലപ്പത്ത് കൂടുതൽ സ്ത്രീകൾ തന്നെ വരണം എന്നൊരു നിലപാട് കൂടി അംഗങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അടക്കം രൂപീകരിക്കാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അടക്കം കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയെ തന്നെ നിയോഗിക്കണം എന്നുകൂടി മറ്റംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. അവർക്ക് ഇനി സംഘത്തിന്റെ തലപ്പത്ത് വരുന്നവർ കുറച്ചുകൂടി സ്ത്രീ പ്രാതിനിധ്യം കൂടി ഉൾപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് അത് കൃത്യമായി പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആളുകളെ തന്നെയായിരിക്കും ഇനി നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനത്തിനും കൂടി എത്തി നിൽക്കുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും അമ്മയിൽ വലിയ ഭിന്നത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 യുവ നടന്മാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 4 യുവ നടന്മാർ, 2 നടന്മാരും 2 നടിമാരും. അവർ ടൊബീനോ ഉണ്ട്, അതിൽ അനന്യ ഉണ്ട്, ബിനു മോഹൻ ഉണ്ട്, സരയുണ്ട്. ഇവർക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇവരോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക്, ഒരു കൂട്ടരാജിയിലേക്ക് അമ്മ സംഘടന പോയത്. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വിലയിരുത്തലുണ്ട്. കാരണം എന്തിന് എല്ലാവരുടെയും ഈ വിഴുപ്പ് അമ്മ മൊത്തത്തെ ചുമക്കണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായും ചർച്ചയാകുന്നുണ്ട്. അതിന്റെ പേരിലാണ് നേരത്തെ നമുക്കറിയാം കൃഷ്ണന്തു, നമ്മുടെ ഈ യുവനടന്മാർക്ക് ഇവരുടെ പല തീരുമാനങ്ങളിലും മുതിർന്ന നടന്മാരുടെ തീരുമാനങ്ങളിൽ നേരത്തെ എതിർപ്പുണ്ട്. ഇപ്പോൾ ദിലീപിനെ പുറത്താക്കുന്ന വിഷയത്തിലും യുവനടന്മാർ ഒരുമിച്ച് നിന്ന് മമ്മൂട്ടിയെ പോയി കണ്ട് സംസാരിച്ചാണ് ദിലീപിനെ അന്ന് പുറത്താക്കുന്നത് അമ്മയിൽ നിന്ന് എന്നുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ ദിലീപിനെ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വല്ലാത്ത ശ്രമം അമ്മയുടെ ഭാഗത്തുണ്ടായിരുന്നു. അമ്മയിൽ അത്രത്തോളം ശക്തനായിരുന്നു ദിലീപ്. പക്ഷെ ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതിന് പിറകിൽ യുവനടന്മാരുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെ ആയിരുന്നു. സമാനമായി തന്നെ ഈ പുതിയ വിഷയത്തിലും 2 വിഭാഗമായി ഇവർ മാറുന്നു എന്നുള്ളതാണ്. യുവനടന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇവർ തന്നെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന നിലപാടിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം അല്ലേ?